പി ജയരാജൻ കൂത്തുപറമ്പ് വിഷയവുമായി രമത ചന്ദ്രശേഖരനെ ബന്ധിപ്പിച്ചതോടെ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. പാർട്ടി നേതാക്കൾ ആരും അത് ഏറ്റെടുത്തില്ല. എന്നാൽ ഇപ്പോൾ പി ജയരാജന്റെ പ്രസ്താവനയുടെ അത് ചർച്ചയായി മാറിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ എം വി ജയരാജനും പാർട്ടി സെക്രട്ടറിയും തന്നെ പി ജയരാജനെ തള്ളുകയല്ലേ? അരുൺകുമാർ സംസ്ഥാന പോലീസ് മേധാവിയായി റവട ചന്ദ്രശേഖരനെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചത് തൊട്ടു പിന്നാലെ വിവാദങ്ങൾക്ക് തുടക്കമായി. CPM സംസ്ഥാന നേതാവ് കൂടിയ പി ജയരാജനാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ആ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ കാര്യം വിമർശിച്ചുകൊണ്ട് റവട ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയായി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടായി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സർക്കാർ തീരുമാനത്തെ ന്യായീകരിച്ച് രംഗത്തെത്തിയെങ്കിൽ പോലും അത് വളരെ വിശദമായ ചർച്ചകൾക്ക് വിധേയമായി എന്നതാണ് യാഥാർത്ഥ്യം. റവട ചന്ദ്രശേഖർ അന്ന് തലശ്ശേരി ASP ആയിരിക്കെയാണ് കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടന്നത്. അന്ന് വെടിവെക്കാൻ ഉത്തരവിട്ടത് ASP ആയിരുന്ന റവട ചന്ദ്രശേഖരാണെന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നത്. പിന്നീട് പത്മനാഭൻ നായർ കമ്മീഷൻ അന്വേഷിച്ചപ്പോൾ റവട ചന്ദ്രശേഖരന് വെടിവെപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കണ്ടെത്തുകയും പിന്നീട് കുറ്റവിമുക്തനാക്കുകയും ചെയ്യുകയായിരുന്നു. അതാണ് സർക്കാരിൻ്റെ വാദവും. കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവട ചന്ദ്രശേഖർ അതിൽ നിരപരാധിയാണെന്ന വാദം സംസ്ഥാന സർക്കാർ ഉയർത്തുന്നു. അങ്ങനെയാണ് സർക്കാർ ന്യായീകരിക്കുന്നത്. ഏതായാലും UPSC സംസ്ഥാന സർക്കാരിന് കൈമാറിയ ചുരുക്കപ്പട്ടികയിൽ സർക്കാരിന് വിശ്വാസമുള്ള ഏക DGP അത് റവട ചന്ദ്രശേഖർ മാത്രമായിരുന്നു. കാരണം യോഗേഷ് ഗുപ്തയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതാണ്. ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ യോഗേഷ് ഗുപ്തയും സർക്കാരും തമ്മിൽ അകന്നിരുന്നു. മറ്റൊന്ന് നിതിൻ അഗർവാളാണ്. നിതിൻ അഗർവാൾ പാർട്ടിയുമായി അത്ര നല്ല ബന്ധമല്ല. ഇപ്പോൾ റോഡ് സുരക്ഷ ഓഫീസറാണ്. അങ്ങനെ നേരത്തെ അയച്ച സാധ്യത പട്ടികയിൽ 6 പേർ ചുരുക്കപ്പട്ടികയായി 3 പേർ വന്നപ്പോൾ അതിൽ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനായി സർക്കാർ വിലയിരുത്തിയത് റവട ചന്ദ്രശേഖറാണ്. പക്ഷേ അത് പൊതുവിടത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെടുത്തിയാണ് സർക്കാരിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ വിവാദങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്നത്.